ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത SCRT സീരീസിന്റെ അടുത്ത ഭാഗം 7ാം ക്ലാസ്സിലെ ഭാഗമാണ്. കുറച്ചുകൂടി ലെവല് കൂടിയ രീതിയിൽ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ച പോലെ പോരാ, കുറച്ചുകൂടി അധികം പോയിന്റ്സുകൾ ഓരോ ചാപ്റ്റേഴ്സിലും കടന്നു വരുന്നുണ്ട്. ചാപ്റ്റേഴ്സ് ഓരോന്നും കീറി മുറിച്ച് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. ഓരോ ലൈൻ ബൈ ലൈൻ എന്ത് ചെയ്യണം, നമുക്ക് ഓരോ പോയിന്റുകൾ മനസ്സിലാക്കി വെച്ചുകൊള്ളണം. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഓരോ ഭാഗത്തിനും കുറച്ചധികം സമയം ചിലവഴിക്കേണ്ടി വരും. നമുക്ക് പഠിക്കാനുള്ള സാമൂഹ്യശാസ്ത്രത്തില് 1ാം ഭാഗത്തിലുള്ള 7 ചാപ്റ്റേഴ്സ്, അതാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുക. ആ 7 ചാപ്റ്റേഴ്സിൽ ആദ്യ ചാപ്റ്ററിന്റെ പേരാണ് മധ്യകാല ഇന്ത്യ എന്നുള്ള ചാപ്റ്റർ. ആ മധ്യകാല ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ രീതിയിൽ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് നോക്കിയാലോ. ഇതാ പാഠപുസ്തകത്തിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് 2 പിക്ചേഴ്സ് ആണ്. 2 പിക്ചേഴ്സ് നിങ്ങൾക്ക് അവിടെ കാണും. ആ ചിത്രങ്ങള് മധ്യകാലഘട്ടത്തിലെ ഇന്ത്യയിലെ നിർമ്മിതികളൊക്കെയാണ്. മധ്യകാല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നിർമ്മിതികളുടെ പേരുകൾ നിങ്ങൾക്ക് കിട്ടുമോ? ആ പേരുകളൊക്കെ ഒന്നാമത്തെ പിക്ചറിൽ കാണുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തില് അവിടെയാണ് പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്താറുള്ളത്, അല്ലെ? ആ രീതിയിൽ ആ നിർമ്മിതിയുടെ പേര് മനസ്സിലാക്കി വെക്കുക, ചെങ്കോട്ട. ഓക്കെ, ഒന്നാമത്തെ നിർമ്മിതിയുടെ പേരാണെന്ത്? ചെങ്കോട്ട. അപ്പൊ ആലോചിച്ച് വെക്കേണ്ട മറ്റൊരു കാര്യം എന്താ? സ്വാതന്ത്ര്യ ദിനത്തില് നമ്മുടെ പ്രധാനമന്ത്രി എവിടെയാ പതാക ഉയർത്താറുള്ളത്? എവിടെയാണ്? ചെങ്കോട്ടയിലാണ്, അല്ലെ? അതേപോലെ തന്നെ ഈ ചെങ്കോട്ട എന്നുള്ള നിർമ്മിച്ചിരിക്കുന്നത് ഷാജഹാന്റെ ഭരണകാലഘട്ടത്തിലാണ്. അതേപോലെ തന്നെ ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഷാജഹാൻ എന്ന് പറയുന്നത് ഒരു മുഗൾ ചക്രവർത്തിയാണ്. നമ്മൾ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? ഓരോ മുഗൾ ചക്രവർത്തിമാരെ കുറിച്ചൊക്കെ പരിചയപ്പെടും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ മധ്യകാല ഘട്ടത്തിലെ മുഗൾ രാജവംശത്തിലെ പ്രധാനപ്പെട്ട നിർമ്മിതികളൊന്നായ ചെങ്കോട്ടയുടെ പിക്ചർ നിങ്ങൾ മനസ്സിലാക്കി. രണ്ടാമത്തെ പിക്ചറിൽ കാണാൻ പറ്റുന്ന എന്തിനെ കുറിച്ചുള്ള പിക്ചറാണ് അവിടെ കാണാൻ പറ്റുന്നത്? ഓക്കെ, അവിടെ നോക്കാം നിങ്ങൾക്ക്. അവിടെ കാണുന്നത് ഹംപി എന്ന് പറയുന്ന ഒരു സ്മാരകമാണ്. അതായത് ദക്ഷിണേന്ത്യയില് ഏകദേശം മധ്യകാല ഇന്ത്യയില് ആ സമയത്തുണ്ടായിരുന്ന വിജയനഗര സാമ്രാജ്യം ഉണ്ടായിരുന്നു, അല്ല? ആ വിജയനഗരത്തിന്റെ തലസ്ഥാനമായിരുന്ന ഹംപിയുടെ ചിത്രമാണ് നിങ്ങൾക്ക് രണ്ടാമതായി കാണാൻ പറ്റുന്നത്. അപ്പൊ ആ ചിത്രം ഹംപിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഏത്? ഹംപി. ഓക്കെ, ഈ 2 രാജവംശത്തെ കുറിച്ചാണ് ഇനി ചാപ്റ്ററിൽ അങ്ങോട്ടേക്ക് എടുത്തെടുത്ത് പരിശോധിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ രാജവംശം അതേതാണ്? മുഗൾ ഭരണമാണ്, അല്ലെ? മുഗൾ രാജവംശവുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ ഓരോന്ന് കയറി മുറിച്ചാൽ നമുക്ക് ആദ്യം മനസ്സിലാക്കി വെക്കുക. മുഗൾ ഭരണം സ്ഥാപിച്ചത് എപ്പോഴാണെന്ന് മനസ്സിലാക്കി വെച്ചോളണം. 1526 സ്ഥാപിക്കുന്നത്. പിന്നീട് അത് സ്ഥാപിച്ചത് ആരാന്ന് മനസ്സിലാക്കി വെക്കുക. ബാബർ. ഓക്കെ, മുഗൾ രാജവംശത്തിലെ ആദ്യത്തെ ഭരണാധികാരി ആരാ? ബാബർ ആണ്. 1526 മുഗൾ ഭരണം സ്ഥാപിക്കുന്നത്. ശേഷം മനസ്സിലാക്കി വെക്കേണ്ടത് 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ചിരുന്ന ആ രാജവംശമാണ് ഏത്? മുഗൾ രാജവംശം. ഓക്കെ, ആ സമയത്ത് ഈ മുഗൾ ഭരണത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട രാജാക്കന്മാരെ കുറിച്ചാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അവിടെ നോക്കാം നിങ്ങൾക്ക്. ആദ്യത്തെ ഭരണാധികാരി ബാബർ 1526 മുതൽ തുടങ്ങി ഭരണം. അതിനുശേഷം 1530 വരെയുള്ള കാലഘട്ടത്തിലാണ് ബാബർ ഭരിക്കുന്നത്. ശേഷം ഹുമയൂൺ വരികയാണ്. അപ്പോൾ ഹുമയൂണിന്റെ കാലഘട്ടം നമുക്ക് 2 കാലഘട്ടമായിട്ട് മനസ്സിലാക്കി വെച്ചോളും. ഇതിനിടയിൽ ഒരു സൂർ വംശത്തിൽപ്പെട്ട രാജാക്കന്മാരൊക്കെ മുഗൾ ഭരണം കീഴടക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ രീതിയിലായിരുന്നു 1530 മുതൽ 1540 വരെ ആദ്യത്തെ ഹുമയൂണിന്റെ കാലഘട്ടം. വീണ്ടും ഹുമയൂൺ രാജ്യം പിടിച്ചെടുക്കുന്നുണ്ട്. 1555 എന്ത് ചെയ്യുന്നു? വീണ്ടും അധികാരത്തിൽ വരുന്നു. 56 വരെയുള്ള കാലഘട്ടം. പിന്നീട് ആര് വരികയാണ്? അക്ബർ വരികയാണ്. അതിനുശേഷം ജഹാംഗീർ വരികയാണ്. അക്ബറിന്റെ കാലഘട്ടം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളണം. ആ കാര്യം കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് കാര്യങ്ങൾ കണക്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ കിട്ടേണ്ട കാര്യം 1556 മുതൽ 1605 വരെയാണ് ആരുടെ കാലഘട്ടം? അക്ബറിന്റെ കാലഘട്ടം. ശേഷം ജഹാംഗീർ 1605 മുതൽ ജഹാംഗീർ വരെയാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം 605 മുതൽ 1627 വരെയുള്ള കാലഘട്ടത്തിലാണ് ജഹാംഗീർ മുഗൾ രാജവംശം ഭരിക്കുന്നത്.
പിന്നീട് ഷാജഹാനാണ് വരുന്നത്. ഷാജഹാന്റെ കാലഘട്ടം 1628 മുതൽ 1658 വരെ. ഓക്കെ. ശേഷം ഔറംഗസേബ വരുന്നത് 58 മുതൽ 707 വരെയുള്ള കാലഘട്ടമാണ്. പിന്നീട് എന്ത് ചെയ്യാണ്, മുഗൾ ഭരണത്തിന്റെ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഭരണാധികാരികളുടെ പേരുകളൊന്ന് മനസ്സിലാക്കി വെച്ചോളാം. അപ്പം ഇത്രയും പേരുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കാലഘട്ടം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളാം. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ അക്ബറിന്റെ കാലഘട്ടമൊക്കെയാണ് കൂടുതലായിട്ട് ഓർത്ത് വെക്കേണ്ട വസ്തുതകൾ. കിട്ടിയോ? ശേഷം ആ ഔറംഗസേബാണ് അവസാനത്തെ രാജാവായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ മുഗൾ രാജവംശം എത്രത്തോളം വ്യാപ്തിയിലുണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു പിക്ചറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അവിടെ ഇന്ത്യയുടെ അയൽരാജ്യമായിട്ടുള്ള അഫ്ഗാനിസ്ഥാനിൽ കാബൂൾ എന്നുള്ള പ്രദേശം ഇവിടെ കാണാം. ഓക്കെ, അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പാകിസ്ഥാനിലെ സിന്ധ് പോലെയുള്ള പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ദക്ഷിണേന്ത്യയിൽ ആർക്കോട്ട് പോലെയുള്ള പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ബംഗ്ലാദേശിലെ ധാക്ക പോലെയുള്ള പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും പ്രദേശങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന രീതിയിലായിരുന്നു ആ സമയത്ത്. അത്രത്തോളം വിസ്തൃതിയുള്ള രാജവംശമായിരുന്നു ആ സമയത്ത് മുഗൾ രാജവംശം. അത് ഔറംഗസേബിന്റെ കാലഘട്ടത്തിലൊരു പിക്ചറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് പാനിപ്പത്ത് യുദ്ധം. അതായത് മുഗൾ രാജവംശത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് പാനിപ്പത്ത് യുദ്ധത്തിലൂടെയാണ്. അവിടെ ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്നൊരു യുദ്ധം മനസ്സിലാക്കി വെച്ചോളണം. അതായത് മുഗൾ രാജവംശം എങ്ങനെയാ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ലോധി വംശത്തിന് അവസാനത്തെ രാജാവായിരുന്ന അല്ലെങ്കിൽ ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധി, ആ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും തമ്മിൽ 1526 ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. ആ ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ ഏർപ്പെട്ട യുദ്ധത്തിന്റെ പേരാണ് എന്ത്? പാനിപ്പത്ത് യുദ്ധം. അതായത് ഹരിയാനയിലെ പാനിപ്പത്ത് എന്ന് പറയുന്ന പ്രദേശം, അവിടെ വെച്ചിട്ടാണ് യുദ്ധം നടന്നത്. അതുകൊണ്ടാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പാനിപ്പത്ത് യുദ്ധം എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. കിട്ടിയല്ലോ? അങ്ങനെ ഈ യുദ്ധത്തെ വിളിക്കുന്ന പേരാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം. നടന്ന വർഷം ഏതാ? 1526. ആരൊക്കെ തമ്മിലാണ് നടന്നത്? ഇബ്രാഹിം ലോധിയും ബാബറും. ആരാ ജയിച്ചത്? ബാബർ. അങ്ങനെയാണ് ഏത് രാജവംശം നിലവിൽ വരുന്നത്? മുഗൾ രാജവംശം നിലവിൽ വരുന്നത്. ഓക്കെ, അങ്ങനെ ഈ യുദ്ധത്തിലൂടെ ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. കിട്ടിയല്ലോ? നെക്സ്റ്റ് അടുത്തായിട്ട് ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു വസ്തു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഗൾ എന്ന പേരുത്ഭവിക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഓക്കെ, അതായത് മംഗോൾ എന്ന പദം ഉണ്ടായിരുന്നു. ഓക്കെ, ആ മംഗോൾ എന്നുള്ള പദത്തിൽ നിന്നാണ് മുഗൾ എന്നുള്ള പേര് രൂപം കൊള്ളുന്നത്. ഓക്കെ, ഏത് പറഞ്ഞ? മംഗോൾ, മംഗോൾ, മംഗോൾ. ഓക്കെ, അതായത് ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. മുഗൾ രാജ്യ സ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിൻ്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും പിൻഗാമിയായിരുന്നു. അപ്പോൾ മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെ പിൻഗാമിയായിട്ടാണ് ആര് വരുന്നത്? മുഗൾ രാജവംശത്തിലെ ബാബർ വരുന്നത്. ഓക്കെ, അപ്പോൾ തിമൂറിൻ്റെയും ചെങ്കിസ് ഖാന്റെയും പിന്മുറക്കാരനായിരുന്നു ബാബർ എന്ന് മനസ്സിലാക്കി വെക്കുക. ആ മംഗോൾ എന്നുള്ള ആ പദത്തിൽ നിന്നാണ് മുഗൾ എന്നുള്ള പദം രൂപം കൊള്ളുന്നത്. കാര്യം മനസ്സിലായല്ലോ? മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെ പിൻഗാമിയായിരുന്നു ആര്? ബാബർ. ഓക്കെ, അങ്ങനെ 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ് ഈ രാജവംശത്തെ എന്ത് വിളിക്കുന്നത്? മുഗൾ എന്ന രീതിയിൽ വിളിക്കുന്നത്. എന്തുകൊണ്ടാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഇമ്പോർട്ടൻസ് കൊടുത്തോളം അത്രയും കാര്യങ്ങൾ ഇവിടെ കണക്ട് ചെയ്ത് പോയിക്കൊള്ളാം. നെക്സ്റ്റ് നിർമ്മിതിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫത്തേപൂർ സിക്രി കേട്ടതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ട സ്ഥലമായിരിക്കും ഫത്തേപൂർ സിക്രി ഒക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം 1575 അക്ബർ എന്ത് ചെയ്യുന്നു? ഇബാദത്ത് ഖാന എന്ന് പറയുന്ന ഒരു സംഭവം പണി കഴിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ച ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കി വെക്കുക? അക്ബറാണ്. ഓക്കെ, അത് സ്ഥാപിച്ച എവിടെയാന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത് അക്ബർ അദ്ദേഹത്തിന്റെ രാജ്യ തലസ്ഥാനമാക്കി മാറ്റിയ സ്ഥലത്തിന്റെ പേരാണെന്ത്? ഫത്തേപൂർ സിക്രി. ഓക്കെ, അപ്പോൾ ഇബാദത്ത് ഖാന എന്ന് പറയുന്ന ഫത്തേപൂർ സിക്രിയിലാണ്. ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത് മുഗൾ രാജവംശത്തിന്റെ തലസ്ഥാനമാക്കിയിട്ട് അക്ബർ തീരുമാനിച്ച സ്ഥലമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, പിന്നെ അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കുക, എന്താണ് ഇബാദത്ത് ഖാന?
വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുത നയത്തിന് ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ രൂപം കൊണ്ട സ്ഥലമാണ് ഏത്? ഇബാദത്ത് ഖാന എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് അക്ബർ സ്ഥാപിച്ച ഒരു മതം അല്ലെങ്കിൽ ഒരു ദർശനത്തിന്റെ പേരാണ് ദിൻ ഇലാഹി. ഏതാണ്? ദിൻ ഇലാഹി. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ അത് ദർശനം എന്ന് പറയാം, അല്ലെങ്കിൽ മതം എന്ന രീതി പറയാം. ഓക്കെ, ആ രീതിയിലാണ് ദിൻ ഇലാഹിയെ കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ഇനി ദിൻ ഇലാഹി എന്നതിൻ്റെ മീനിങ് അല്ലെങ്കിൽ കാതൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സമാധാനം എന്നാണ് അതിൻ്റെ കാതൽ. അപ്പൊ എല്ലാവർക്കും സമാധാനം അല്ലെങ്കിൽ സുൽഹ് ഈക്വൽ എന്നതാണ് ഈ ദർശനത്തിന്റെ കാതൽ എന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുന്നതായിരുന്നു ഈ അക്ബറിന്റെ ഈ ദർശനത്തിന്റെ ലക്ഷ്യം, അല്ലെ? പക്ഷെ അടുത്തതായിട്ട് തന്നെ ഇവിടെ ഒരു പിക്ചർ കാണാം. ആ പിക്ചറായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് ആ ദിൻ ഇലാഹി എന്ന് പറയുന്ന മതം പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇബാദത്ത് ഖാനയൊക്കെ പറഞ്ഞില്ലേ, ആ സമയത്ത് ഇബാദത്ത് ഖാനയിലെ വിവിധ മതപണ്ഡിതന്മാരുടെ സമ്മേളനമാണ് നിങ്ങൾക്ക് ആ കാണാൻ പറ്റിയത്. ഓക്കെ, ആ രീതിയിൽ അതിനുശേഷം അക്ബർ ചെയ്ത പ്രധാനപ്പെട്ട ഒരു പരിപാടി മനസ്സിലാക്കി വെക്കുക, ജസിയ. ജസിയ എന്നൊരു മതനികുതി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് നിർത്തലാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ബറാണ്. ഓക്കെ, അക്ബറാണ് ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത്. പിന്നെ മനസ്സിലാക്കി വെക്കുക, എല്ലാ മതസ്ഥരെയും തുല്യരായിട്ട് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ മതസ്ഥരെയും തുല്യരായിട്ട് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ രാജസദസ്സിൽ പ്രധാനപ്പെട്ട ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തികളുടെ പേരുകൾ മനസ്സിലാക്കി വെക്കുക. ഒന്ന് രാജ ടോഡർമാൻ, അതേപോലെ തന്നെ രാജ മാൻസിംഗ്, ഓക്കെ, രാജ ഭഗവൻ ദാസ്, അടുത്ത ബീർബൽ. ആരൊക്കെയാണ്? രാജ ടോഡർമാൾ, അടുത്ത രാജ മാൻസിംഗ്, രാജ ഭഗവൻ ദാസ്, ബീർബൽ. ഇവരായിരുന്നു പ്രധാനപ്പെട്ട ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തികൾ. കിട്ടിയോ? ഇനി മുഗൾ സൈന്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു സൈനിക സമ്പ്രദായ വ്യവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളണം. അതാണ് മാൻസബ്ദാരി. അക്ബർ നടപ്പിലാക്കിയിട്ടുള്ള സൈനിക സമ്പ്രദായ വ്യവസ്ഥയെ വിളിക്കുന്ന പേരാണത് മാൻസബ്ദാരി. ഓക്കെ, എന്താ മാൻസബ്ദാരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം മാൻസബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതായത് ഈ സമ്പ്രദായത്തിൽ, മാൻസബ്ദാരി എന്നുള്ള സമ്പ്രദായത്തിൽ ഓരോ ഉദ്യോഗസ്ഥന്റെ കീഴിൽ എന്തുണ്ടാവും? ഒരു സൈനിക വ്യൂഹം ഉണ്ടാവും. ഉദ്യോഗസ്ഥന്റെ കീഴിലേക്ക് എന്തുണ്ടാവും? ഒരു സൈനിക വ്യൂഹം ഉണ്ടാകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെ നമുക്കെന്ത് പറയാം? മാൻസബ്ദം അറിയാം. സിംപ്ലി മാൻസബ്ദാരിയിലെ മാൻസബ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഉദ്യോഗസ്ഥന്റെ കീഴിലുള്ള കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിന് അനുസരിച്ചായിരുന്നു മാൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഓരോ മൻസബ്ദാരുടെയും പദവി എങ്ങനെയുണ്ടായിരുന്നത്? നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമായിട്ട് എന്ത് ചെയ്യും? ഈ സമ്പ്രദായം നടപ്പിലാക്കി. അങ്ങനെ ചെയ്യുന്ന കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ മാംസബ്ദാർമാർക്ക് ഓരോ സ്ഥലത്ത് എന്ത് ചെയ്യുന്നു? ഭൂമി പതിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ ഭൂമിയിൽ നിന്ന് നികുതി പിരിക്കാനുള്ള അധികാരം ആർക്ക് കൊടുക്കുന്നു? മാൻസബ്ദാർക്ക് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ തൻ്റെ സൈന്യത്തെ നിലനിർത്തിയിട്ട് ഓരോ മാൻസബ്ദാറും ആ രീതിയിലായിരുന്നു ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ ഭരണവും ശക്തമായിട്ട് നടത്താൻ ഈ സമ്പ്രദായത്തിലൂടെ അക്ബറിന് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അതാണ് മാൻസബ്ദാരി എന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കേണ്ട ആ സൈനിക സമ്പ്രദായ വ്യവസ്ഥ. കിട്ടിയോ? അപ്പം മുഗൾ സൈന്യമായിട്ട് ബന്ധപ്പെട്ട് ആ രീതിയിൽ കാര്യം മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് അടുത്തായിട്ട് മുഗൾ കാലഘട്ടത്തിലുള്ള രാജ്യം എങ്ങനെയായിരുന്നു എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. സുബ എന്നുള്ള ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു, അതിനുശേഷം സർക്കാർ, അതിനുശേഷം പർഗാന, അതിനുശേഷം ഗ്രാമം എന്ന് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, മുഗൾ രാജ്യത്ത് പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ഈ പിക്ചറിലൂടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കാര്യം എന്ത് തന്നെയായാലും രാജ്യത്തിൻ്റെ പരമാധികാരി, സർവ്വസൈന്യാധിപൻ,
അതേപോലെ തന്നെ നിയമനിർമ്മാതാവ്, ഇതൊക്കെ ആര് തന്നെയാ? ചക്രവർത്തി തന്നെയാണ്. ഓക്കെ. അതേപോലെ തന്നെ അന്തിമ ന്യായാധിപൻ. ഓക്കെ. നിർമ്മാതാവ്, ന്യായാധിപൻ, സർവ്വസൈന്യാധിപൻ, രാജ്യത്തിന്റെ പരമാധികാരി, ഇതൊക്കെ ആര് തന്നെയാ? ചക്രവർത്തിയാണ് അല്ല. ആ രീതിയിലായിരുന്നു ആ കാലഘട്ടത്തിൽ തരംതിരിച്ചിട്ടിട്ട് അതിനുശേഷം സർവ്വസൈന്യാധിപനാക്കൊക്കെ ആര് വന്നു? ചക്രവർത്തി തന്നെ വന്നു. ഓക്കെ. പിന്നെ അടുത്തായിട്ട് മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവ്വഹണത്തിന് വേണ്ടിയിട്ട് ഇന്നത്തെ പോലത്തെയുള്ള പ്രത്യേകത്തിലുള്ള കോടതികളൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതിന് പകരമായിട്ട് എന്തുകൊണ്ട് വന്നു? മതപണ്ഡിതന്മാര്, അല്ലെങ്കിൽ മതപണ്ഡിതന്മാരെ ആ കാലഘട്ടത്തിൽ ഗാസിമാർ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ആ രീതിയിൽ ഗാസിമാർ എന്ത് ചെയ്യുന്നു? അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണം നടത്തിയിട്ടായിരുന്നു തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണപ്പെടുന്ന കോടതികളും കാര്യങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. ഓക്കെ. പിന്നീട് ആ തീരുമാനത്തിൽ, അതായത് ഗാസിമാരുടെ തീരുമാനം ഉണ്ടാവുമല്ലോ, ആ തീരുമാനത്തിൽ എന്തെങ്കിലും അതൃപ്തിയുള്ള ആൾക്കാർ എന്ത് ചെയ്യാം? നേരിട്ട് ചക്രവർത്തിയോട് പരാതി പറയാൻ അവസരം ഉണ്ടായിരുന്നു. ഓക്കെ. അങ്ങനെയാണ് ആ ഗാസിമാരുടെ തീരുമാനത്തിനെ എതിർക്കാൻ പറ്റുക. ഓക്കെ. പിന്നെ അടുത്തായിട്ട് ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് ആരും കൂടി ഉണ്ടായിരുന്നു? മന്ത്രിമാരും കൂടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളണേ. ഓക്കെ. മന്ത്രിമാർ മാത്രമല്ല, ഓരോ വകുപ്പിനും ഓരോ അധ്യക്ഷന്മാരും ഉണ്ടായിരുന്നു. ക്ലിയർ ആണോ? ആ സമയത്തുള്ള സാമൂഹ്യ സാമ്പത്തിക പരിസ്ഥിതികളെ കാര്യങ്ങളൊന്നൊക്കെ നോക്കാം നമുക്ക്. ഓക്കെ. അതായത് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട യൂറോപ്യൻ സഞ്ചാരികളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അങ്ങോട്ടേക്ക്. ഓക്കെ. അവിടെ മനസ്സിലാക്കി വെക്കുക, യൂറോപ്യ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സമയത്തുള്ള മുഗൾ സമൂഹത്തെക്കുറിച്ച്, ആ സമയത്തുള്ള സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ. അതൊക്കെ അങ്ങോട്ടേക്ക് നമുക്ക് പരിചയപ്പെടാനുണ്ട്, നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ. പിന്നെ അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയുടെ പേര്. ഓക്കെ. അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ആ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയുടെ പേര് അതാണ് ടവർണിയർ. ആരാണ്? ടവർണിയർ എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ടവർണിയർ ആണ് ആ സമയത്ത് സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരി എന്നുള്ള കാര്യം. ഓക്കെ. അങ്ങനെ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരനും ഏറ്റവും മുകളിൽ രാജാവായിരുന്നു മനസ്സിലാക്കി വെക്കുക. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു ആ കാലഘട്ടത്തിൽ. രാജ്യത്തിന്റെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങൾ അനുഷ്ഠാനം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഈ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി വെക്കാനുള്ളത്. ഓക്കെ. നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ ഫ്രഞ്ച് സഞ്ചാരിയുടെ പേരാണ് ടവർണിയർ. കിട്ടിയോ? നെക്സ്റ്റ് അടുത്തായിട്ട് ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുകയാണ്. വ്യക്തിയുടെ പേരാണ് അബ്ദുൽ ഫസൽ. ആരാണ്? അബ്ദുൽ ഫസൽ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, അയനി അക്ബറി അക്ബർ നാമ, രണ്ട് കൃതികളുടെ പേരുകളാണ് ഏതൊക്കെ? അയനി അക്ബരി, അതേപോലെ തന്നെ അക്ബർ നാമ. ഈ ഗ്രന്ഥങ്ങളുടെ കർത്താവ് ആര് എന്ന് ചോദിക്കാം. അപ്പം മനസ്സിലാക്കി വെക്കുക, അതാണ് ഈ പറഞ്ഞിരിക്കുന്ന അബുൽ ഫസൽ. ഓക്കെ. അതേപോലെ തന്നെ ഇദ്ദേഹം ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരനായിരുന്നു. അതേപോലെ തന്നെ അക്ബറിന്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു ഇദ്ദേഹം എന്ന് മനസ്സിലാക്കി വെക്കുക. അദ്ദേഹത്തിന്റെ ബുക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഐനി അക്ബരി ആൻഡ് അക്ബർ നാമ, ഈ രണ്ട് ഗ്രന്ഥങ്ങളും രചിച്ചിരിക്കുന്നത് അബുൽ ഫസലാണ്. അടുത്ത കാര്യം, മുഗൾ രാജവംശത്തിലെ ഓരോ പ്രദേശങ്ങൾ ഏതൊക്കെ രാജ്യത്തായിരുന്നു, ഇന്നത്തെ ഏത് രാജ്യത്തായിരുന്നു എന്നുള്ള കാര്യം. ധാക്ക എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ തലസ്ഥാനമാണ് അല്ലെ. അപ്പൊ ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായിരുന്നു ധാക്ക. മുഗൾ രാജ്യത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രദേശമാണ്. മുർഷിദാബാദ്, ഇതും ബംഗ്ലാദേശിലെ പ്രദേശം തന്നെയാട്ടോ. മുർഷിദാബാദ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗ്ലാദേശിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ്. ഏത്? മുർഷിദാബാദ്. അതിർത്തിയിലുള്ള ഒരു ജില്ലയാണ്. ലാഹോർ എന്ന് പറയുന്നത് എവിടെയാ? പാകിസ്ഥാനാണ് അല്ല. സൂററ്റ് അല്ലെങ്കിൽ സൂറത്ത് എന്ന് പറയുന്നത് എവിടെയാ? ഇന്ത്യയിലാണ് അല്ലെ. സൂറത്ത് ഇന്ത്യയിലാണ്. ആഗ്രയും ഇന്ത്യയിലാണ് അല്ലെ. അപ്പൊ ഇന്നത്തെ ഈ രീതിയിലൊക്കെയാണ് ആ രാജ്യങ്ങൾ ഇന്നുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. പിന്നെ അടുത്തായിട്ട് മുഗൾ രാജവംശത്തിലെ പ്രധാനപ്പെട്ട ഒരു നിർമ്മിതിയല്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മളെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നൊരു നിർമ്മിതിയാണ് ഏത്? താജ്മഹൽ. ഇതാണ് മുഗൾ രാജവംശത്തിലെ പ്രധാനപ്പെട്ട നിർമ്മിതി. ഓക്കെ. നെക്സ്റ്റ് അടുത്ത കാര്യം, മറ്റൊരു നിർമ്മിതി ആഗ്ര കോട്ട. പ്രധാനപ്പെട്ട മറ്റൊരു നിർമ്മിതിയാണ്. മുഗൾ രാജവംശത്തിന്റെ പ്രധാനപ്പെട്ടത് എടുത്ത് പറയാൻ പറ്റുന്ന മറ്റൊരു നിർമ്മിതിയാണ് ഏത്? ആഗ്ര കോട്ട. ഇവിടെ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി വെക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതായത്
ഈ മുഗൾ രാജവംശത്തിൽ പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലി നന്നായിട്ട് പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട ഇവയൊക്കെ എന്താണ്? പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെ സമന്വയത്തിന് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്ന ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. ഏതൊക്കെയാ? താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട. അതേപോലെ തന്നെ ഈ മുഗൾ രാജവംശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടി ചേർന്ന് പുതിയൊരു ഭാഷയായിട്ട് ഏത് രൂപം കൊള്ളുക ചെയ്തത്? ഉറുദു ഭാഷ രൂപം കൊള്ളുക ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹിന്ദുസ്ഥാനി സംഗീതവും രൂപം കൊള്ളുന്നത് ആ കാലഘട്ടത്തിൽ തന്നെയാണ്. കിട്ടിയോ? പിന്നീട് നമ്മൾ അടുത്ത രാജവംശത്തെക്കുറിച്ച് പരിചയപ്പെടാൻ പോകുന്നു. ആ രാജവംശമാണ് ഏത്? വിജയനഗര സാമ്രാജ്യം. ഓക്കെ, അല്ലെങ്കിൽ വിജയനഗരം. ഓക്കെ, അവിടെയുള്ള തലസ്ഥാനം ഏതായിരുന്നു? ഹംപി ആയിരുന്നു. മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്നുവെച്ചാൽ അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത് CE 1565 ഈ നഗരം നശിപ്പിക്കപ്പെടുന്നത്. തുടർന്ന് ജനമനസ്സുകളിൽ മാത്രം നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അവരുടെ ഓർമ്മയിൽ അത് ഹംപി എന്ന പേരിൽ നിലനിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 1565. 1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതിലൂടെയാണ് വിജയനഗരത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ വിജയനഗരം ഒരേ സമയം ഒരു നഗരത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരായിരുന്നു. മനസ്സിലാക്കി വെക്കുക. 1565 എന്ത് ചെയ്യാണ്? ഇത് നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കിട്ടിയല്ലോ? പിന്നെ ഇത് കണ്ടെത്തിയത്, ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കേണൽ മക്കൻസി ആണ്. അത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനായിരുന്നു. കിട്ടിയോ? ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മുഗൾ രാജവംശത്തിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കളർഫുള്ളായിട്ട് കാണുന്ന ഭാഗമാണ് എന്ത്? മുഗൾ രാജവംശത്തിൽ കാണാൻ പറ്റുന്ന പ്രദേശങ്ങൾ. കിട്ടിയല്ലോ? ഇനി വിജയനഗര രാജാക്കന്മാർ ആരൊക്കെയാന്ന് നോക്കാം. ഓക്കെ, അതിൽ പല രാജവംശങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ വംശങ്ങളുണ്ടായിരുന്നു. അതിൽ സംഗമ, സാലുവ, തുളുവ, അരവിഡു ഇങ്ങനെ രാജവംശങ്ങളുണ്ടായിരുന്നു. ഏതൊക്കെയാ? സംഗമ രാജവംശം, സാലുവ രാജവംശം, തുളുവ വംശം, അരവിഡ വംശം. ഇതിൽ ഓരോ രാജാക്കന്മാരെയും നമ്മൾ മനസ്സിലാക്കി വെക്കുന്നു. ആദ്യം സംഗമ വംശത്തിലെ രാജാവായിരുന്നു ഹരിഹരനും ബുക്കനും. ഇതേപോലെ സാലുവയിലെ രാജാവായിരുന്നു നരസിംഹ സാലുവ. പിന്നെ തുളുവ രാജവംശത്തിലേക്ക് പോവുകയാണെങ്കിൽ വീരനരസിംഹൻ, കൃഷ്ണദേവരായർ ഇവരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട രാജാക്കന്മാർ. ഓക്കെ, പിന്നെ അരവിഡുവിലേക്ക് വരികയാണെങ്കിൽ തിരുമല, വെങ്കിടാവൺ. ഓക്കെ, ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പേരുകൾ സംഗമ രാജവംശത്തിൻ്റെ ഹരിഹരൻ, ബുക്കൻ എന്നുള്ള പേരുകൾ. ഇതേപോലെ തന്നെ തുളുവ രാജവംശത്തിലെ പ്രധാനപ്പെട്ട രാജാവായിരുന്ന കൃഷ്ണദേവരായരുടെ പേര്. ഈ രണ്ട് പേരുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൃഷ്ണദേവരായർ വിജയനഗര സാമ്രാജ്യത്തിലെ തുളുവ രാജവംശത്തിലെ പ്രധാനപ്പെട്ട രാജാവായിരുന്നു. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മനസ്സിലാക്കി വെക്കല്ലോ. അടുത്ത കാര്യം, നമ്മൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനം എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് CE 1336. ഓക്കെ, ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ രാജവംശം സ്ഥാപിക്കുന്നത്. ഏത് വർഷം? 1336 വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ആരൊക്കെയായിരുന്നു ആ സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിഹരൻ, ബുക്കൻ ഇവര് സഹോദരങ്ങളായിരുന്നു. അവരാണ് CE 1336 1336. ഓക്കെ, ആ സമയത്ത് വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. പിന്നീട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ദക്ഷിണേന്ത്യയിലേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ളതും സമ്പന്നമായിട്ടുള്ള രാജ്യമായിരുന്നു ഏത്? വിജയനഗരം. ഓക്കെ, അതേപോലെ തന്നെ വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരിയുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ പേരെന്ന് കണക്ട് ചെയ്ത് വെച്ചോളണം. കൃഷ്ണദേവരായർ. ആരാണ്? കൃഷ്ണദേവരായർ. അദ്ദേഹത്തിന്റെ കാലഘട്ടം മനസ്സിലാക്കി വെക്കുക. 1509 മുതൽ 1529 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ഈ വിജയനഗര സാമ്രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ എന്ത് പഠിച്ചു? ഈ മുഗൾ രാജവംശത്തിലെ രാജാക്കന്മാരെ പഠിച്ചില്ലേ? അതിൽ ബാബറിന്റെ കാലഘട്ടത്തിലൊക്കെ
ആരായിരുന്നു എന്ന രീതി ചോദിക്കാം. ഓക്കെ, ബാബറിന്റെ കാലഘട്ടത്തിൽ ആരായിരുന്നു? അത് കൃഷ്ണദേവരായിരുന്നു. ബാബറിന്റെ കാലഘട്ടം കണ്ടില്ലേ, 1526, അതേപോലെ തന്നെ 1530. അപ്പൊ ആ സമയത്തൊക്കെ, അതായത് മുഗൾ ഭരണം സ്ഥാപിക്കുന്ന സമയത്ത് ആരായിരുന്നു രാജാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കി വെക്കുക? കൃഷ്ണദേവരായർ. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ഒരു സഞ്ചാരിയുടെ പേരെന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ പേര് ബാർബോസ എന്നാണ്. എന്താണ് ബാർബോസ എന്ന് പറയുന്ന സഞ്ചാരി? അതായത് ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയുടെ പേരാണ് ബാർബോസ. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ബാർബോസ കൃഷ്ണദേവരായരെ കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവും ഇല്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. അന്നത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആരായിരുന്നു? ബാർബോസ എന്നുള്ള വ്യക്തിയാണ്. ആ രീതിയിൽ കൃഷ്ണദേവരായരെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിൽ കലാസാഹിത്യത്തിനൊക്കെ സാഹിത്യ സാംസ്കാരിക മേഖലക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? പുരോഗതി കൈവരിച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കുന്നത്. അതായത് രണ്ട് കൃതികളുടെ പേരുകൾ. ഒന്ന് അമുക്ത മാല്യത. എന്താണ് അമുക്ത മാല്യത എന്നുള്ള കൃതി? അതേപോലെ തന്നെ ജാംബവതി കല്യാണം എന്നുള്ള കൃതി. രണ്ട് കൃതികൾ ഏതൊക്കെയാ? അമുക്ത മാല്യത, ജാംബവതി കല്യാണം. ഓക്കെ, ഇത് രണ്ടും രചിച്ചത് ഏത് കാലഘട്ടത്തിലാ? കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പൊ ആ കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിൽ രചിച്ച കൃതികൾ ഏതൊക്കെയാ? അമുക്ത മാല്യത, ജാംബവതി കല്യാണം. ഓക്കെ, ആ രണ്ട് കൃതികൾ മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തായിട്ട് തെലുങ്ക്, കന്നഡ, തമിഴ്, ആ പ്രദേശങ്ങളാണല്ലോ നിങ്ങൾ ആ പിക്ചറിൽ കണ്ടത്. ഓക്കെ, ആ ഭാഷകൾക്കൊക്കെ ആ പിക്ചറിൽ നിങ്ങൾക്ക് ആ ഭാഷകളൊക്കെ ഉള്ള പ്രദേശങ്ങളൊക്കെ കാണാൻ പറ്റും. തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളൊക്കെ ആ ഭാഗത്തുള്ള രാജവംശത്തിലുള്ള ആ പ്രദേശങ്ങളിലുള്ള ഭാഷകളായിരുന്നു അല്ലെ. അതിനൊക്കെ അദ്ദേഹം എന്തുണ്ടായിരുന്നു? പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പണ്ഡിതരെ വിളിച്ച പേരാണ് അഷ്ടദിഗ്ഗജങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഷ്ടദിഗ്ഗജങ്ങൾ ആരുടെ സദസ്സിലുണ്ടായിരുന്നത്? അത് കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പണ്ഡിതരുടെ സദസ്സാണ്. കിട്ടിയല്ലോ. അപ്പോൾ അഷ്ടദിഗ്ഗജങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ അമുക്തമാല്യത, ജാംബവതി കല്യാണം മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ഭാഷകൾക്കൊക്കെ അദ്ദേഹം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതേപോലെ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ ശ്രദ്ധേയമായി പുരോഗതി കൈവരിച്ചിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്തിലൂടെ മനസ്സിലാക്കി വെച്ചോളണം. പക്ഷേ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഭരണ സംവിധാനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെയും മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, രാജവാഴ്ചയായിരുന്നു പ്രധാനമായിട്ടും ഇവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ വിജയനഗര സാമ്രാജ്യം തന്നെയാണ് പറയുന്നത് അല്ലെ. അപ്പോൾ രാജവാഴ്ചയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? രാജവാഴ്ചയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്ത് എന്ത് ചെയ്യാണ്? വിവിധമായിട്ട് മുറുകയാണ് ചെയ്യുന്നത്. അതായത് മണ്ഡലങ്ങളായിട്ടും നാടുകളായിട്ടും സ്ഥലങ്ങളായിട്ടും ഗ്രാമങ്ങളായിട്ടുമാണ് തരംതിരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യം എന്താ? നേരത്തെ പഠിച്ച കാര്യം ഇതാ, ഈ രീതിയിൽ മുഗൾ രാജവംശത്തിൽ ഇങ്ങനെ തരംതിരിച്ചെന്ന് പറഞ്ഞില്ലേ? സുബ, സർക്കാർ, പർഗാന, ഗ്രാമം എന്ന് തരംതിരിച്ചില്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ തരംതിരിച്ചിരിക്കുന്നത് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവിശ്യകളായിട്ട്, നാടുകൾ എന്ന് പറഞ്ഞാൽ ജില്ലകളായിട്ട്, സ്ഥലം എന്ന് പറഞ്ഞാൽ ഉപജില്ലകളായിട്ട്, ഗ്രാമങ്ങൾ എന്ന രീതിയിൽ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആരുടെ കാലഘട്ടത്തിൽ? കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിൽ. ഓക്കെ, പിന്നെ അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, കൃഷ്ണദേവരായരുടെ കാലഘട്ടം അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തിൽ. ഓക്കെ, പിന്നെ കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നു. ഈ രാജവംശത്തിൽ മന്ത്രിസഭ ഉണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുമുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ ആയിരുന്നു ആ രീതിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ കോടതികൾ ഉണ്ടായിരുന്നു എന്ന് കാര്യം മനസ്സിലാക്കി വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ മുഗളന്മാരുടെ കാലഘട്ടത്തിൽ എന്തില്ല? കോടതികളില്ല. ഓക്കെ, ആ രീതിയിൽ ഗാസിമാരാണ് ഉണ്ടായിരുന്നത് അല്ല. ആ രീതിയിലുള്ള കാര്യം നമ്മൾ അങ്ങോട്ട് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തായിട്ട് നമ്മൾ നേരത്തെ അപ്പീൽ അധികാരം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പീൽ അധികാരി ആരാ? രാജാവ് തന്നെയാണ്. അപ്പീൽ അധികാരി രാജാവ് തന്നെയാണ്. ഓക്കെ, കിട്ടിയല്ലോ.
പിന്നെ ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇങ്ങനെയായിരുന്നു ഭരണ സംവിധാനം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചൂല. കിട്ടിയോ? അടുത്ത കാര്യം, ഭരണ സംവിധാനമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാനുണ്ട് നമുക്ക്. ഓക്കെ, അവിടെ നമുക്ക് ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന രണ്ട് വ്യക്തികളുടെ പേരുകൾ, ഒന്ന് നായകന്മാരും അടുത്തത് അമരനായകന്മാരും. ഓക്കെ, ഒന്നുമില്ല, അമരനായകന്മാർ എന്ന് പറഞ്ഞാൽ സൈനിക മേധാവികളുടെ പേരാണ്. സൈനിക മേധാവികൾ എന്ത് പേരിൽ അറിയപ്പെട്ടു? അമരനായകന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഓക്കെ, എന്നുവെച്ചാൽ അടുത്തായിട്ട് അമര എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവരുടെ അമരനായകന്മാർ എന്ന് പറഞ്ഞാൽ സൈനിക മേധാവികൾ. സൈനിക മേധാവികൾക്ക് എന്തുണ്ടായിരുന്നു? ഭൂപ്രദേശങ്ങൾ അനുവദിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിൽ അമര എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നൽകിയിട്ടുള്ള ഭൂമിയുടെ പേരാണെന്ത്? അമര എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, അമരത്തിന്റെ ഭരണം ആർക്കാണ് ഉണ്ടായിരുന്നത്? അമരനായകർക്ക്, അതായത് സൈനിക മേധാവികൾക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ അവരായിരുന്നു എന്തുണ്ടായിരുന്നത്? നികുതി പിരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അമരനായകന്മാർ അവിടെയുള്ള നികുതി പിരിക്കുന്നു. ഓക്കെ, അങ്ങനെ അമരനായകർ എന്ത് ചെയ്യുന്നു? രാജാവിന് ഒരു നിശ്ചിത തുക നൽകുന്നു. ആ പിരിച്ച നികുതിയിൽ നിന്ന് ഒരു നിശ്ചിത തുക രാജാവിന് കൊടുക്കുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ആ സമയത്തുള്ള ഭരണം. ഓക്കെ, പിന്നീട് എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുതിരപ്പടയാളികൾ അല്ലെങ്കിൽ കാലാളുകൾ, കുതിരകൾ, ആനകൾ ഇവയൊക്കെ എന്തായിരുന്നു? നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു നിശ്ചിത എണ്ണം അവരെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ ആ സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് അമരനായക സംവിധാനം. ഓക്കെ, അമരനായക സംവിധാനം എന്നുള്ള പേരിൽ ആ കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നായകന്മാരും അമരനായകന്മാരും എന്നുള്ള കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ. അവിടെ ഭരണ സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള സൈനിക മേധാവികളൊക്കെ ആണ് ഈ രീതിയിലൊക്കെ വിളിക്കുന്നത്. ഓക്കെ, കാര്യം കത്തിയല്ലോ. അടുത്തത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പോലെ തന്നെ ഈ രാജവംശത്തിലെയും സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഓക്കെ, വിവിധ ജാതി മതങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബ്രാഹ്മണന്മാർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത്. ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ക്ഷേത്രങ്ങളിലെ ഭൂമിയിൽ നിന്നുള്ള വരുമാനം ബ്രാഹ്മണന്മാർക്ക് അവകാശപ്പെട്ടതായിരുന്നു. ഇനി പൂജാതി കർമ്മങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ബ്രാഹ്മണന്മാരായിരുന്നു. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ ഒക്കെ തുടങ്ങിയ മേഖലകളാണ് മുഖ്യമായും ഏർപ്പെട്ടുണ്ടായിരുന്നത്. രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സമ്പന്നരുടെ ഇടയിൽ ബഹുഭാര്യത്വം നിലനിന്നുണ്ടായിരുന്നു. ബഹുഭാര്യത്വം എന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്നു ആ സമയത്ത്. ശൈശവ വിവാഹം ഉണ്ടായിരുന്നു. സതി സമ്പ്രദായം ഉണ്ടായിരുന്നു. അവയൊക്കെയായിരുന്നു ആ സമയത്തുള്ള സാമൂഹിക സാമ്പത്തിക സ്ഥിതിയായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ രീതിയിലാണ് വിജയനഗര സാമ്രാജ്യമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ടത്. പിന്നെ അടുത്തായിട്ട് ആ സമയത്ത്, അതായത് വിജയനഗര സാമ്രാജ്യ സമയത്ത് വിജയനഗര സന്ദർശിച്ച ഒരു പോർച്ചുഗീസ് സഞ്ചാരിയുടെ പേരും കൂടെ മനസ്സിലാക്കി വെക്കുക. അദ്ദേഹത്തിന്റെ പേരാണ് ഡൊമിംഗോ പയസ്. അപ്പൊ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട കാര്യം, വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിൽ ആരായിരുന്നു? ബാർബോസ. അദ്ദേഹത്തെക്കുറിച്ച് വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരെ കുറിച്ച് ബാർബോസ പറഞ്ഞ വാക്കുകൾ പരിചയപ്പെട്ടു. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ആരെയാ? ഡൊമിംഗോ പയസ്. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ച അടുത്തൊരു പോർച്ചുഗീസ് സഞ്ചാരിയുടെ പേരാണെന്ത്? ഡൊമിംഗോ പയസ്. ഓക്കെ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെട്ടു. ഓക്കെ, മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വിശാലവും മനോഹരവുമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു. ഇതൊക്കെ ഡൊമിംഗോ പയസിന്റെ വാക്കുകളായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോവുക. വിജയനഗരം സന്ദർശിച്ച ഒരു പോർച്ചുഗീസ് സഞ്ചാരിയുടെ പേര്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടത്. അതാണ് ആര്? ഡൊമിംഗോ പയസ്. കിട്ടിയോ? നെക്സ്റ്റ് അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, ഈ സമയത്ത് വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട തൊഴിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷിയായിരുന്നു. അതിൽ തന്നെ സിൽക്ക്, പരുത്തി, വസ്ത്രങ്ങൾ സാധാരണയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ കൃഷിയായിരുന്നു പ്രധാനപ്പെട്ട തൊഴിൽ. സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളായിരുന്നു പ്രധാനമായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നീട് മനസ്സിലാക്കി വെക്കുക, വിജയനഗരത്തിന്റെ ചുറ്റുമുള്ള വരണ്ട് കിടക്കുന്ന പ്രദേശങ്ങൾ ജലസേചന യോഗ്യമാക്കി എടുത്തിട്ടുണ്ട്. പിന്നീട് 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളം, ഓക്കെ, അതേപോലെ തന്നെ ഹിരിയ
ഹിരിയ കനാല്, തുംഗഭദ്ര നദിക്ക് കെട്ടിയ അണക്കെട്ടും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആ കാലഘട്ടത്തിലാണ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, 15-ാം നൂറ്റാണ്ടിലാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തൊക്കെ ചെയ്ത്? കമലാപുരം കുളം, അതേപോലെ തന്നെ ഹിരിയ കനാല്, അതേപോലെ തന്നെ തുംഗഭദ്ര നദിക്ക് കുറുകെയുള്ള അണക്കെട്ട്, ഇതൊക്കെ കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരം അനുസരിച്ച് എന്തുണ്ടായിരുന്നു? നികുതിയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി ഉണ്ടായിരുന്നു, വീട്ടുനികുതി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ലൈസൻസ് ഫീസുകൾ ഉണ്ടായിരുന്നു, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ. ഓക്കെ, എന്തൊക്കെയാ? ഒന്നാമത്തേതായിട്ട് നികുതി ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ ഭൂനികുതി ഉണ്ടായിരുന്നു. ആ ഭൂനികുതിക്ക് പുറമെ എന്തുണ്ടായിരുന്നു? തൊഴിൽ നികുതി, അതേപോലെ തന്നെ വീട്ടുനികുതി, അതേപോലെ തന്നെ വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസ്, അതേപോലെ തന്നെ വിവിധ തരത്തിലുള്ള പിഴകൾ. ഇതൊക്കെയാണ് ഗവൺമെന്റ് പ്രധാനപ്പെട്ട ആ കാലഘട്ടത്തിലെ വരുമാന മാർഗങ്ങളായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, പിന്നീട് എന്ത് ചെയ്യാണ്? വിജയനഗരം വലിയൊരു വ്യാപാര കേന്ദ്രമായിട്ട് വികാസം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്ത് ചെയ്യാണ്? വ്യാപാരികൾ ഇവിടേക്ക് വരികയാണ്. അങ്ങനെ വ്യാപാരത്തിനൊക്കെ പ്രോത്സാഹനം നൽകി പോർച്ചുഗീസുകാരും അറബികളൊക്കെ എന്ത് ചെയ്യുന്നു? വിദേശ വ്യാപാരത്തിന്റെ കുത്തകയൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. നെക്സ്റ്റ് അടുത്തായിട്ട് ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലേക്കുള്ള വ്യാപാരം ഉണ്ടായിരുന്നു. പിന്നെ അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കുതിര കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നത് അറബികളാണ്. ഓക്കെ, അറേബ്യ എന്നൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്ന കുതിര കച്ചവടം നടത്തിയത് അറബികളായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാരുണ്ടായിരുന്നു. അവരെ വിളിച്ച പേരാണ് കുതിരച്ചെട്ടികൾ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു? അറബികളായിരുന്നു ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് കുതിര കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നത്. പിൽക്കാലത്ത് എന്ത് ചെയ്യാണ്? അറബികളെ പിന്തള്ളിക്കൊണ്ട് പോർച്ചുഗീസുകാർ വരികയാണ് ഇന്ത്യയിലേക്ക്. അങ്ങനെ കച്ചവടത്തിന്റെ നിയന്ത്രണം ആരെ ഏറ്റെടുക്കുന്നു? പോർച്ചുഗീസുകാർ ഏറ്റെടുക്കുന്നു. അങ്ങനെ വ്യാപാരത്തിനുള്ള വരുമാനം രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് മനസ്സിലാക്കി വെക്കേണ്ടത്, ചൈനീസ് മൺപാത്രങ്ങൾ അവിടെ നിന്ന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് മനസ്സിലാക്കാം? ചൈനീസ് സംസ്കാരമായിട്ട് ചൈനീസ് കച്ചവടമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, പിന്നെ മനസ്സിലാക്കി വെക്കേണ്ട അടുത്തൊരു കാലഘട്ടം സാംസ്കാരിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. സാംസ്കാരിക രംഗം വലിയ രീതിയിൽ ആ സമയത്ത് പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിന് വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ എന്തുണ്ടായിരുന്നു? വളർച്ചയുണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ കൃഷ്ണദേവരായരെ പോലെ തന്നെ കലയുടെയും സാഹിത്യത്തിൻ്റെയും സംരക്ഷണമായിരുന്നു ഓരോ രാജാക്കന്മാരും. അതേപോലെ തന്നെ ഇവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നത് ദ്രാവിഡ ശില്പ രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ദ്രാവിഡ ശില്പ രീതിയാണ് മെയിനായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഗോപുരങ്ങൾ എന്നറിയപ്പെട്ട ഭീമാകാരമായ ക്ഷേത്ര കവാടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ക്ഷേത്ര കവാടങ്ങൾ ആ കാലഘട്ടത്തിൽ ഗോപുരങ്ങൾ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ ആയിരുന്നു ആ സമയത്തുള്ള സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ അടുത്തായിട്ട് നമുക്ക് ആ വിജയനഗര സാമ്രാജ്യമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നിർമ്മിതികളൊക്കെ കാണാൻ പറ്റും. ഒന്ന് വിരൂപാക്ഷ ക്ഷേത്രം, ഹംപിയിലെ വിരൂപാക്ഷ ക്ഷേത്രമാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഒരുപക്ഷെ അങ്ങനെ വരാം, വിരൂപാക്ഷ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള രീതി ചോദിക്കുകയാണെങ്കിൽ ഹംപിയിലാണ്. അതേപോലെ തന്നെ ഹംപിയിലെ മറ്റൊരു നിർമ്മിതിയുടെ പേരാണ് ലോട്ടസ് മഹൽ. ഏതാണ്? ലോട്ടസ് മഹൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് രാജവംശമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്കറിയാം, കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പരിശോധിച്ചിട്ടുണ്ട്. ഓരോ വരികളിലൂടെയും സഞ്ചരിച്ച് പോയിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊള്ളുക. കൃത്യമായിട്ട് പ്രസ്താവന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആ രീതിയിലൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം. അപ്പോൾ വീഡിയോ ഒരു പ്രാവശ്യം കണ്ടിട്ട് വീണ്ടും കാണാൻ ശ്രമിക്കുക. കാര്യം വീണ്ടും കേൾക്കുന്ന സമയത്തേക്ക് മനസ്സിലേക്ക് അതൊക്കെ പതിയുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളത്. നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.